ഉത്സവങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് നടത്തിവരുന്ന കെട്ടുകാഴ്ചകൾക്ക് സുരക്ഷാ നിയന്ത്രണം വരുന്നു. വൈദ്യുതി സുരക്ഷയുടെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനൊരുങ്ങുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന ഊർജ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. അനുമതിയില്ലാതെ വലിയ വാടക കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നവർക്കെതിരെ കേസെടുക്കാനാണ് തീരുമാനം. വലിയ കെട്ടുകാഴ്ചകൾക്ക് 1 മാസം മുൻപ് മുൻകൂർ അനുമതി വാങ്ങണമെന്നും ഊർജ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. വിദൂര സ്ഥലങ്ങളിൽ നിന്നും വാടക കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ കെട്ടുകാഴ്ചകൾ കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായാൽ വൈദ്യുതി ലൈനുകൾ അഴിക്കേണ്ടാത്ത രീതിയിൽ കെട്ടുകാഴ്ചകളുടെ ഉയരം നിജപ്പെടുത്തേണ്ടി വരും. പോലീസിന്റെയും KSEBയുടെയും മുൻകൂർ അനുമതി വാങ്ങുകയും വൈദ്യുതി ലൈനുകളിൽ മുട്ടുന്ന സാഹചര്യം കണ്ടെത്തിയാൽ വൈദ്യുതി ലൈനുകൾ അഴിച്ചുമാറ്റി പുനഃസ്ഥാപിക്കേണ്ട ചിലവും ഉത്സവ കമ്മിറ്റി വഹിക്കേണ്ടി വരും. ഉത്സവ സീസണിൽ 6 മാസം മുൻപ് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണം. ഇതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ സമിതി രൂപീകരിക്കണമെന്നും ഊർജ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. കെട്ടുത്സവങ്ങൾ, കാവടി ഉത്സവം, ഗണേശ ചതുർത്ഥി എന്നിവയ്ക്കെല്ലാം ഈ ഉത്തരവ് ബാധകമായേക്കും. ഉത്സവങ്ങളിലെ വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് KSEB കഴിഞ്ഞ വർഷം മാർച്ച് 30-ന് ഊർജ വകുപ്പിന് സമർപ്പിച്ച കത്തിന്റെ തുടർ നടപടിയാണിത്. പോലീസിന്റെയും KSEBയുടെയും മുൻകൂർ അനുമതി ഉത്സവ കമ്മിറ്റി 1 മാസം മുൻപെങ്കിലും വാങ്ങണം. അനുമതിയില്ലാതെ വാടക കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരവും മറ്റ് നിയമപ്രകാരവും നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. തെക്കൻ ജില്ലകളിലെ കെട്ടുത്സവങ്ങൾ, മധ്യ കേരളത്തിലെ കാവടി ഉത്സവം, ഗണേശ ചതുർത്ഥി പോലെ വലിയ രൂപങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടുവരുന്ന ഉത്സവാഘോഷങ്ങൾ എന്നിവയിലാണ് വൈദ്യുതി ലൈനുകളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.